ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്നിവിടെ മൈലാഞ്ചി വെച്ചിട്ട് ഒരു ചിത്രം വരയ്ക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മൈലാഞ്ചി വെച്ചിട്ടെന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടും മൈലാഞ്ചി വെച്ചിട്ടല്ല. അതിൽ ആദ്യം ഞാൻ പെൻസിൽ കൊണ്ട് വരച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ മൈലാഞ്ചി വെച്ചിട്ടാണ് കവറപ്പ് ചെയ്തെടുക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ട് ഷെയ്ഡിങ് കൊടുത്ത് പറഞ്ഞാൽ മാത്രമേ നമുക്ക് അതേ ഫേസ് നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് തോന്നുകയുള്ളൂ. ഞാനിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ നടിയായ അനശ്വര രാജനെയാണ്. അനശ്വര രാജൻ എബ്രഹാം ഓസ്ലർ എന്ന സിനിമയിൽ അഭിനയിച്ച കഥാപാത്രമായ സുജയെയാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ചെറുതായിട്ടൊക്കെ ചെറിയൊരു ഫ്ലോപ്പൊക്കെ ഉണ്ടാവാം, പക്ഷേ എന്നെക്കൊണ്ടാവുന്ന വിധത്തിലൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഈ സിനിമയിൽ നടി സുജ എന്ന ക്യാരക്ടർ ചെയ്യുമ്പോൾ എന്താ പറയുക, ഒരു ശാലീന സൗന്ദര്യം അല്ലേ, ഒരു പ്രത്യേക ഭംഗി തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. ട്രഡീഷണലായിട്ടുള്ള ആ ഒരു ഫ്ലേവർ തലയിൽ വെക്കുന്നതും ഒക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ തോന്നിക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് മുടിയൊക്കെ അതേപോലെ നമുക്ക് കിട്ടണമെന്നുണ്ട് പറഞ്ഞാൽ നമ്മൾ ആ മുടി പോകുന്ന ആ ഒരു ലൈന് നമുക്ക് എങ്ങനെയെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതേ ഫേസ് കട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ ഇതിൽ മെയിനായിട്ട് ഷെയ്ഡിങ് ആണ് വരുന്നത്. ഷെയ്ഡിങ് പെർഫെക്റ്റായി എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് അതേപോലെ നമുക്ക് തോന്നത്തുള്ളൂ, അല്ല പറഞ്ഞാൽ അത് ഫ്ലോപ്പാവും. പിന്നെ ഞാൻ പെൻസിൽ കൊണ്ട് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവുമല്ലേ. അപ്പോൾ ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ട് പറഞ്ഞാൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാനിങ്ങനെ വോയിസൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റേതായിട്ടുള്ള കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. എനിക്ക് അത്ര പെർഫെക്റ്റായിട്ടൊന്നും എനിക്ക് പറയാനറിയത്തില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ മൂക്കിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ അതിൻ്റെ ബോർഡർ മാത്രമാണല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൂക്കിൻ്റെ കറക്റ്റ് നമുക്ക് ആ ഒരു വളവ്, ആ ഒരു ലൈന് പോകണമെന്നുണ്ട് പറഞ്ഞാൽ അത് ഷെയ്ഡ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് വരച്ചു കൊടുക്കാൻ പറ്റുള്ളൂ, അല്ല പറഞ്ഞാൽ ബോറാവും. അപ്പോൾ താഴത്തുള്ള ആ ഒരു ഇത് മാത്രം നമുക്ക് ബോർഡർ വരച്ചു കൊടുക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുണ്ടാവുക. അതേപോലെ ലിപ്സ് വന്നിട്ട് ഡാർക്കൻ ചെയ്യാൻ പാടില്ല. ലിപ്സിൽ വന്നിട്ട് എപ്പോഴും മുകളിലുള്ള ആ ഒരു ലൈന് നമ്മൾ കറക്റ്റായിട്ട് വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ജസ്റ്റ് ഷെയ്ഡിങ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ കുറച്ചൊക്കെ ശ്രദ്ധിച്ച് പറഞ്ഞാൽ നമുക്ക് ഒട്ടും അറിയാത്തവർക്ക് തന്നെ നമുക്കിത് വരച്ച് തുടങ്ങും. എനിക്ക് ഈ പറയുന്ന പോലെ ഒട്ടും തന്നെ വരയ്ക്കാൻ അറിയില്ലായിരുന്നു, പക്ഷെ ഞാനും ഇത് പഠിച്ചത് ഒരു ട്രിക്കിലൂടെയാണ്. അപ്പോൾ വേണ്ടവർ പറഞ്ഞാൽ മതി കേട്ടോ. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.